എന്ന് പരിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി കം അഅസീക വ അൻത ലാ തുആഖിബ്നി, ഞാൻ അള്ളാഹുവേ നിനക്കൊരുപാട് എതിര് ചെയ്തു, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അയാൾ ധരിക്കുന്നത് ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? നന്ദി മറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് തിരുത്താൻ അവർക്ക് ബോധമില്ലാതെയാവുക എന്നതാണ് വലിയ ശിക്ഷ. കുറ്റകൃത്യങ്ങൾ ചെയ്തവൻ മാപ്പപേക്ഷയുമായി കുറ്റബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഒരു മനസ്ഥിതി വളരെ നല്ല മനസ്സാണ്. അതേ സമയത്ത് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ ദിനം ഓരോ വർഷാവർഷം പുതുതായി സമൃദ്ധി ഇങ്ങനെ വരുമ്പോ ചാബല്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്, അത് മറന്നിട്ടാണ് വീണ്ടും അരുതായ്മകളുടെ പിന്നാലെ മനുഷ്യൻ കുതിക്കുന്നത്. ബനൂ ഇസ്രായേലിൽ ഒരാൾ ചോദിക്കുന്നത്, ഞാൻ എത്ര തെറ്റ് ചെയ്തു പടച്ചോനെ, എന്നിട്ട് നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. ആ കാലത്തെ നബിയിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു, നിങ്ങൾ ആ മനുഷ്യനോട് പറയണം, കമ്മിൻ ഉഖൂബത്തില്ലി അലൈക് വൻത ലാ തശ്ഉർ, ഞാൻ എത്ര നിന്നെ ശിക്ഷിക്കുന്നുണ്ട്, നീ കഥ അറിയുന്നില്ല. ഇനി ഞാൻ ഒരുപാട് ശിക്ഷിക്കുന്നുണ്ട്. ഒരു അറിവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ എന്താണ്? ആ അറിവിനെ കുറിച്ചുള്ള അബോധാവസ്ഥ, പഠിച്ചതൊക്കെ മറന്നുപോവുക. എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാര് എത്ര ആയത്തുകൾ, എത്ര ദിക്റുകൾ, എത്ര സൂറകൾ കാണാതെ പഠിച്ചിരുന്നു. നമ്മളെക്കാളും പ്രായമുള്ള ആളുകൾ അവര് വളരെ കൃത്യമായിട്ട് ഒരു ഹർഫും വിടാതെ ഓതുന്ന ചില ആയത്തുകളൊക്കെ സൂറത്തുകളൊക്കെ അവരുടെ പകുതി പ്രായം എത്താത്ത ആളുകൾക്ക് ഓതാൻ കിട്ടുന്നില്ല. എന്നാൽ അവർക്ക്, ആ ഉപ്പാപ്പമാർക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഈ ഓതുന്ന യുവാവ് അയാളെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഹിഫ്ളിൽ 99, ഇനി ഒരു 1ന്റെ കുറവേ ഉള്ളൂ. പക്ഷേ രണ്ടാളും ഓതുന്നത് യാസീനാണ്. എന്നാൽ ഈ ഓതുന്ന ചെറുപ്പക്കാരൻ യാസീൻ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ മാറിപ്പോകുന്നു. ആകെ 7 മുബീനുള്ളൂ, പക്ഷെ ഇവൻ ഓതുമ്പോൾ 15, 25 ആകുന്നുണ്ട് മുബീൻ. മറ്റേ ആളൊക്കെ വളരെ കൃത്യമായിട്ട് ഓതുന്നു. രണ്ടിലും മാറ്റമുണ്ടോ? ഉണ്ട്. അള്ളാഹു നൽകിയ ഹിഫ്ള് അള്ളാഹു പിൻവലിക്കുക എന്നത് വലിയ ഒരു ശിക്ഷയാണ്, ചെറുതല്ല. ഓർമ്മക്കുറവ്, ഓർമ്മക്കേട് എന്ന് പലരും പറയില്ലേ, ഒക്കെ മറന്നുവാണ്, അതൊരു ശിക്ഷയാണ്. അള്ളാഹു നമുക്ക് കൂടുതൽ ഖുവ്വത്തുൽ ഹിഫ്ള് നൽകട്ടെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഓതാൻ വന്നപ്പോ, മുതഅല്ലിമായി വന്നപ്പോ, മഹാനവർകൾ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ നോക്കിയിട്ട് നല്ല ലക്ഷണമൊത്ത ശിഷ്യൻ, എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ലക്ഷണമൊത്ത ഒരു ശിഷ്യനായപ്പോ ആ മോനോട് കൊടുക്കുന്ന ഉപദേശം, ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. നീ ഒരിക്കലും മാസിയത്ത് ചെയ്യരുത്, കുറ്റം തെറ്റ് ചെയ്യരുത്. അപ്പോൾ ഇൽമു ഉയർന്നു പോകും. ഒരു കച്ചവടക്കാരൻ, ഒരു കൃഷിക്കാരൻ, ഒരു സാധാ കൂലിപ്പണിക്കാരൻ, അദ്ദേഹം തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്ന ശിക്ഷ എന്താണ്? ഹലാലായ സമൃദ്ധി പിൻവലിക്കുക. ഇത് ശിക്ഷയായിട്ട് തോന്നുന്നില്ലേ? ഇതാണ് വലിയ ശിക്ഷ. പിന്നെ ഉദ്ദേശിച്ചത് കിട്ടാതെയാകുമ്പോ പല അവിഹിത മാർഗങ്ങളിലേക്കും ചെന്ന് ചേർന്ന് അവിടുന്ന് സമ്പത്ത് വസൂലാക്കാം. അതിനേക്കാളും വലിയ ശിക്ഷ എന്താ? നമ്മൾ ഈ അദാബ് എന്ന് പറഞ്ഞാൽ കാണുന്നത് അല്ലാഹു തആല ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബോംബോ മറ്റോ വർഷിച്ചിട്ട് അങ്ങോട്ട് പണിയായി പോവുക, പീസായി പോവുക. ഇതതിനേക്കാളും ഗുരുതരാണ്. ബോഡി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ഉള്ളിൽ ഈമാൻ ഊരിയിട്ടുണ്ടെങ്കിലോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അത് വലിയ ശിക്ഷയല്ലേ. ആളങ്ങനെ ജീവിച്ചു പോകുന്നത്, പക്ഷെ ഉള്ളിൽ ഈമാനില്ല. ബനൂ ഇസ്രായേലിലെ ആളുടെ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം കൊടുക്കുന്നത്, കമ്മിൻ ഉഖൂബത്തില്ലി അലൈക വഅൻത ലാ തശ്ഉർ, എത്രയോ ഞാൻ നിന്നെ ശിക്ഷിക്കുന്നുണ്ട്, നീ കഥ അറിയുന്നില്ല.
എന്താ ശിക്ഷ? ഇന്ന ജുമൂദ ഐനൈക വഖസാവത ഖൽബിക ഇസ്തിദ്റാജും മിന്നി വഉഖൂബത്തുൽ ലൗ അഖൽത. നീ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ കണ്ണീര് കണങ്ങൾ വറ്റിപ്പോയത് എന്നാ കണ്ണിൽ നിന്ന് കണ്ണീര് വരാതെ ഉറച്ച നിലപാട്, അത് വലിയൊരു ശിക്ഷയാണ്. എത്ര നീ ദ്വാരുന്നിട്ടും എത്ര സങ്കടപ്പെട്ടിട്ടും അള്ളാഹുവിനെ ഓർത്തൊരിറ്റ് കണ്ണീര് വരാത്തത്, നീ ഗുരുതരമായ വളരെയധികം വലിയ വിഷമത്തിലാണ് പെട്ടതെങ്കിലും അള്ളാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് നിന്റെ അതേ ചോദ്യം കേൾക്കുന്നവരൊക്കെ കരയുന്നുണ്ട്. പക്ഷേ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാതെ കണ്ണ് ജാമിദായി പോയി, കണ്ണ് ഉറച്ചുപോയി. വഖസാവത ഖൽബിക്, നിന്റെ മനസ്സ് കടുകട്ടിയുള്ള മനസ്സായി. ഏത് വഅളും നിനക്ക് കണക്കാണ്, ഏത് നസീഹത്തും നിന്റെ മനസ്സിലേക്ക് അങ്ങ് പിടിക്കൂല. സഹോദരിമാരെ, എത്ര വഅള് കേട്ടാലും ഫലിക്കൂല, എത്ര ഉപദേശം കേട്ടാലും ഫലിക്കൂല. എല്ലാ വഅളിനും പോകും, എല്ലാ ഉപദേശവും കേൾക്കും. ഒരു ദിവസം തന്നെ രണ്ടല്ല, പണിയൊക്കെ മാറ്റിവെച്ചാൽ എത്ര മണിക്കൂർ ഇപ്പൊ വഅള് കേൾക്കാൻ പറ്റും? പക്ഷേ ഉൾക്കൊള്ളാനുള്ള മനസ്സങ്ങ് പോയിട്ട് ഖൽബിന് ഖസ്വത്ത് വന്നാൽ അത് ഇസ്തിദ്റാജും മിന്നി വഉഖൂബ, എന്റെ വക്കൽ നിന്ന് നിന്നെ പിടികൂടാനുള്ള ഒരു മാർഗമാണ്. വഉഖൂബത്തുന്നൊരു ശിക്ഷയുമാണ്. അപ്പൊ ശിക്ഷ എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ വലിയ വലിയ അനുഗ്രഹങ്ങൾ എടുത്തു കളയുകയാണെങ്കിൽ അത് എത്രമാത്രം വലുതാണ്. അതുകൊണ്ടാണ് ശിക്ഷിക്കുന്നില്ല എന്ന് കരുതരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ റഅയ്തല്ലാഹ യുൻഇമു അലാ അബ്ദിൻ, ഒരടിമക്ക് അല്ലാഹു ഒരുപാട് നിഅമത്ത് കൊടുക്കുന്നുണ്ട്. വഹുവ മുഖീമുൻ അലാ മഅസിയതിഹി, അവൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിൽ ഉറച്ച നിലപാടിലാണ്, അതിൽ നിന്ന് മാറ്റല്ല. അല്ലാഹു നല്ല ആഫിയത്താ കൊടുക്കുന്നത്, നല്ല ഇഷ്ടം പോലെ സമ്പത്ത് കൊടുക്കുന്നു, നല്ല നല്ല മക്കളെ കൊടുക്കുന്നു, യാതൊരു കുറവും അവനില്ല. അവനെപ്പോലെ പ്രായത്തിലെത്തിയ പലരും, അല്ലെങ്കിൽ ആ പ്രായത്തിനോടടുത്തെത്തിയ പലരും എഴുന്നേൽക്കാൻ കഴിയാതെ കിടപ്പിലായിട്ടും ഇവന് നല്ല ആഫിയത്താണ് അല്ലാഹു കൊടുക്കുന്നത്. ദുനിയാവിൽ കിട്ടുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ്, ആരോഗ്യമാണ്, പണം അല്ല. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം. ഒരു മനുഷ്യന് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ആഫിയത്താണ്, ആയുരാരോഗ്യമാണ്, സുഖമാണ്, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യമാണ്. അതിനെ വെല്ലുന്ന ഒരു നിഅമത്ത് ദുനിയാവിലില്ല. സഹോദരങ്ങളെ, മുസ്ലിങ്ങളായ ആളുകളോടാണ് പറയുന്നത്. മുസ്ലിങ്ങളല്ലാത്തവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണ്. മുസ്ലിങ്ങളോട്, മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമുക്ക് ഈ ദുനിയാവിൽ ഈമാനും ഇഖ്ലാസും നിലനിർത്തിക്കൊണ്ടുപോകുമ്പോ നമ്മുടെ ശരീരവും സമ്പത്തും കുടുംബവും ചുറ്റുപാടൊക്കെ നോക്കുമ്പോ അള്ളാഹു വൈയക്തികമായി തരേണ്ട സുഖങ്ങളിൽ ഏറ്റവും വലിയ സുഖം ആഫിയത്താണ്. അപ്പൊ ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവൻ മടങ്ങിയിട്ടില്ല, എന്നിട്ടും അള്ളാഹുവിന്റെ നിഅമത്ത് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നഹു മുസ്തദ്റജുൻ, അവൻ കുടുങ്ങാൻ പോകാണ്. പക്ഷെ അവൻ ചിന്തിക്കുന്ന എന്താണെന്നറിയോ, അല്ലാഹു തആല എനിക്കതൊക്കെ പുറത്തു വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഇങ്ങനെ തരൂലല്ലോ. അങ്ങനെ ചെയ്യുന്ന ആള് മനസ്സിലാക്കുന്നത് അല്ലാഹു തആല എനിക്കതൊക്കെ മാപ്പാകുന്നു, അല്ലെ പിന്നെ ഇത് പിൻവലിക്കണ്ടേ, മറ്റേത് പിൻവലിക്കണ്ടേ, അത് പിൻവലിക്കണ്ടേ. അവൻ അങ്ങനെ അതിലങ്ങനെ മുന്നോട്ട് പോകാൻ നാം മാറ്റമൊന്നുമില്ല, ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റമൊന്നുമില്ല. അവന് യാതൊരു സുഖേടും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അപ്പൊ അവൻ മനസ്സിലാക്കുന്നത് എനിക്ക് അങ്ങനെ വല്ല ദോഷം ഞാൻ ചെയ്തിട്ട് വല്ലതും അല്ലാഹു തആല പിൻവലിക്കണമെങ്കിൽ അത് പിൻവലിക്കണം, ഇത് പിൻവലിക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ വുസ്സിഅ അലൈഹി ദുനിയാഹു, ദുനിയാവ് ഒരാൾക്ക് വിശാലമാക്കി കൊടുത്തു, ഫലം യഅലം അന്നഹു ഖദ് മുകിറ ബിഹി,
അതവനെ കൊടുക്കാനുള്ളതാണ് എന്നവൻ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഫഹുവ മഖ്ദൂഉൻ അൻ നഖ്രിഹി, അവൻ ബുദ്ധിയിൽ ഭ്രമം സംഭവിച്ചവനാണ്. കാരണം നല്ലോണം തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവ് ചെറിയ രൂപത്തിലായ പോലെ വലിയ രൂപത്തിൽ തന്നെ വേണം. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവരറിയാത്ത ഭാഗത്തിലൂടെ നമ്മൾ അവരെ ഘട്ടം ഘട്ടമായി കുടുക്കിക്കളയും. ആ കുടുക്കിൽ അവസാനം അവർ പെട്ടുപോകും. ഇത് നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ശേഷം ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. ഫസ്ബിർ, നബിയെ തങ്ങൾ ക്ഷമിക്കുക. നമ്മളോടെല്ലാവരോടും അള്ളാഹുവിന്റെ കൽപ്പനയാണ് ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, റബ്ബിന്റെ തീരുമാനത്തെ പറ്റി ക്ഷമിക്കണം. എന്താ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹുവ ഇംഹാലുഹും, അതേ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന നിഷേധികളെ അള്ളാഹു ശിക്ഷിക്കാതെ താമസിപ്പിക്കലും, വതഖീറു നുസ്റതിക അലൈഹിം, അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് പിന്തിപ്പിക്കുന്നതും. അതിൽ വിഷമം തോന്നരുത്, അള്ളാഹുവിന്റെ കഴിവ് കുറച്ച് കാണിക്കരുത്, മനസ്സിലാക്കരുത്. ഫസ്ബിർ, ക്ഷമിക്കണം. അള്ളാഹു എന്താ നമ്മെ സഹായിക്കാത്തത് എന്ന് ചിന്തിക്കരുത്. റബ്ബ് തആലയുടെ തീരുമാനത്തെ സംബന്ധിച്ച് നല്ലോണം ക്ഷമിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നമ്മളോടെല്ലാവരോടും വലാ തകുൻ കസാഹിബിൽ ഹൂത്, നബിയെ തങ്ങൾ ആകരുത് കസാഹിബിൽ ഹൂതി, ആ മത്സ്യക്കാരനെ പോലെ അഥവാ മത്സ്യവയറ്റിൽ അകപ്പെട്ട നബിയെ പോലെ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിനെ പോലെ തങ്ങളാകരുത്. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിക്കാത്ത ജനങ്ങളിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോയോക്കട്ടെ, അവര് വിശ്വസിക്കും. സാവകാശം വേണമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഒരു ഖൈറായി മാറാൻ എത്ര സാവകാശം സ്വീകരിക്കണം അത്രയും സ്വീകരിക്കണം. ഒരാള് നന്നായി കിട്ടാൻ, ഒരു കുടുംബം ഭദ്രമാകാൻ, അതുപോലെ തന്നെ ഒരു അയൽപക്കം നന്നാകാൻ, കുടുംബിനി നന്നാകാൻ, മകൻ നന്നാകാൻ, പേരക്കുട്ടി നന്നാകാൻ, നമ്മളും നന്നാകാൻ ഘട്ടം ഘട്ടമായി നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രവർത്തിപ്പിക്കണം. തിരക്ക് കൂട്ടരുത്, ധൃതി കൂട്ടരുത്. ഞാനൊന്നും ഇനി നന്നാകൂലാന്ന് കരുതിയിട്ട് ആത്മാഹുതിയിലേക്ക് പോകരുത്. തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ രക്ഷയില്ലാന്ന് കരുതിയിട്ട് ജീവൻ ഒടുക്കരുത്. വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. ആ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ വെച്ച് അള്ളാഹുവിനെ വിളിച്ച സന്ദർഭം, വഹുവ മക്ലൂം, മഹാനവർകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണല്ലോ പോയത്. ജനങ്ങളോട് എത്ര പറഞ്ഞിട്ടും അവര് കേൾക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും സ്വീകരിക്കുന്നില്ല. എന്നാൽ ഈ നാട് വിട്ട് വേറെ നാട്ടിൽ പോയിട്ടങ്ങ് പ്രബോധനം നടത്തി, അവിടെ ജനങ്ങളെ നന്നാക്കി, അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന അർത്ഥത്തിൽ നീങ്ങിയതാണ്. അല്ലാഹു തആല പറയുന്നു, ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബി, അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹം യൂനുസ് നബി അലൈഹിസ്സലാമിന് വന്നു ചേർന്നിട്ടില്ലായിരുന്നെങ്കിൽ ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, മഹാനവർകൾ ലനുബിദ ബിൽ അറാഇ, മഹാനവർകളെ കൊണ്ടുപോയി ഇടുമായിരുന്നു. അല്ലാഹു തആല ഉപേക്ഷിക്കാൻ പറയുമായിരുന്നു. ബിൽ അറാഇ, ശൂന്യമായ ലോകത്ത്, ഒന്നും ഇല്ലാത്ത ഒരു ഭൂമിയിൽ, ഭക്ഷ്യവസ്തുക്കളൊന്നും ലഭിക്കാത്തൊരു ഭൂമിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ കൽപ്പിക്കുമായിരുന്നു. വഹുവ മദ്മൂം, അതുകൊണ്ട് തന്നെ മഹാനവർകൾക്ക് വലിയ വിഷമാവസ്ഥയിലായി പോകും. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല ചെയ്തത്. വലിയ നിഅമത്ത് അല്ലാഹു തആല മഹാനവർകൾക്ക് നൽകി, വലിയ അനുഗ്രഹം. അതെന്താണ്?
അത് തൗബക്കുള്ള തൗഫീഖും അതുപോലെ തന്നെ ആ തൗബ സ്വീകരിക്കലുമാണ്. മത്സ്യവയറ്റിൽ വെച്ച് മഹാനവർകൾ വിളിച്ചില്ലേ, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വലിയ സമർപ്പണം നടത്തുകയും ചെയ്തപ്പോൾ അതിനൊരു ഭാഗ്യം ലഭിച്ചു. അതൊരു ഭാഗ്യമാണ്, ഒരു തൗഫീഖാണ്. തൗബക്ക് ഒരവസരം കിട്ടുക എന്നുള്ളത് റബ്ബിൽ നിന്ന് കിട്ടുന്ന വലിയൊരു നിഅമത്താണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ ഒരു അനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. പുനർജീവിത ദിവസം വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അവിടെ താമസിക്കുമായിരുന്നു. പക്ഷെ മത്സ്യവയറ്റിൽ അവിടെ താമസിക്കുമ്പോൾ ആ മത്സ്യം മഹാനവർകൾ ചുമന്നങ്ങനെ നടക്കണം. മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനവർകൾ താമസിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ബുദ്ധിമുട്ടായിട്ട് ഇടങ്ങേറായിട്ട് ബുദ്ധിമുട്ടാകുന്നല്ല, അവിടെ താമസിക്കുന്നു പറയുമ്പോൾ ആ മത്സ്യം എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുത്ത് അത്രയും നാൾ പുനരുദ്ധാരണ ദിവസം വരെ അവിടെ താമസിക്കും. അവിടെ തീർന്നു പോകല്ല, ജീർണിച്ചു പോകല്ല. ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. പക്ഷേ ആ തസ്ബീഹിന്റെ മഹത്വം, ആ ഒരു ദിക്റിന്റെ മഹത്വം, ആ ഒരു തൗബയുടെ മഹത്വം, അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കരുത്. മഹാനവറുകൾ ചിന്തിച്ചു, ഇവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി വേറൊരു ഭാഗത്ത് കടലും കടന്നു പോയാൽ വേറെ ആൾക്കാരെ കാണും, അപ്പോ അവരോട് ദീനി ദഅവത്ത് നടത്താൻ. അപ്പോ ഒരു സാവകാശം വേണം. ഞാൻ പൊരേന്നുണ്ട് ഇറങ്ങിപ്പോയി ഉസ്താദെ, പിന്നെ ഞാൻ പൊരേക്ക് പോയിട്ടില്ല. എന്ത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓല് കേൾക്കണില്ല. നിങ്ങൾ എത്ര പറഞ്ഞു? ഞാൻ 1-2 ആഴ്ച പറഞ്ഞു. അത്ര പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്നു? അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോരാനായിട്ടില്ല. സാവകാശം സ്വീകരിച്ചുകൊണ്ട് അവരെ പടിപടിയായിട്ട് നന്നായി കൊണ്ടുവരണം. പെട്ടെന്ന് ധൃതി കൂട്ടരുത് എന്നർത്ഥം, തിരക്ക് കൂട്ടരുത്, സാവകാശം ചെയ്യണം. സാവകാശം ചെയ്തിട്ട് കാര്യങ്ങൾ എളുപ്പമാക്കണം. അതിനാണല്ലോ സ്വബർ എന്ന് പറയുന്നത്. സ്വബർ നന്നായി നമുക്ക് വേണം. എടുത്തുചാട്ട